ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ്, ചെറുപുഴ, കാക്കയഞ്ചാൽ. സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ, കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ, ആലക്കോട് ഏരിയ കമ്മിറ്റിയും സംയുക്തമായി കാർത്തികപുരത്ത് വയോജനങ്ങൾക്ക് സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. VB രാജേഷ് സ്വാഗതം ആശംസിച്ചു. T സുബൈർ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് KS ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. KTU സംസ്ഥാന ജനറൽ സെക്രട്ടറി M രാമചന്ദ്രൻ ഗുരുക്കൾ, ബിന്ദു രാജേഷ്, MC ജനാർദ്ദനൻ, E രഞ്ജിത്ത് വൈദ്യർ, തമ്പാൻ വൈദ്യർ, B ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. TV സോമശേഖരൻ നന്ദി രേഖപ്പെടുത്തി. സന്ദേശ് തമ്പാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ എല്ലാമായിരിക്കുന്ന ആളുകളൊന്നും തന്നെ സമയം കണ്ടെത്തുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അത്തരം മാനസികമായ പ്രയാസങ്ങളിലാണ് എല്ലാ രോഗങ്ങളുടെയും നിദാനം. ഇവിടെ നാട്ടുവൈദ്യം മറ്റു മേഖലകളിൽ നിന്ന്, ചികിത്സാ മേഖലകളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതായത് ദർശന പ്രശ്നം ഉയർത്തിക്കൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുകയും നമ്മുടെ കൈകൊണ്ട് തലോടുകയും നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്ന ആ ഒരു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ഇത്ര കാലമായി ചികിത്സ വരുന്നത് പോലും പറയാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ആ നാട്ടുവൈദ്യന്മാരുടെ ചികിത്സ എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലാതെ നിർവഹിക്കാൻ വേണ്ടി വേണ്ടിയ ഒരു കാര്യം തന്നെയാണ്. എന്റെ ഓർമ്മയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 2001 ഉദയഗിരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ശ്രീ സെബാസ്റ്റ്യൻ മേപ്രകാരൻ എന്ന ശ്രീ ശനിയുടെ പിതാവ് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നിർധനരായ, വളരെ വിഷമനുഭവിക്കുന്ന, ഒരു പക്ഷേ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ മക്കളുടെ പിതാവായിട്ടുള്ള ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിച്ചു കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഉൾപ്പെടെയുള്ള ഞങ്ങൾ കുറച്ചാൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഗൃഹനാഥനെ കാണുന്നില്ല. ഗൃഹനാഥൻ പുഴയിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. മുറ്റത്ത് നിൽക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ആകെ 7 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. കുട്ടിയുടെ കൈ മടക്കി പിടിച്ചിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവിച്ചത്? കുട്ടിയുടെ മാതാവിനോട് പറയുകയാണ്, കൈ ഒടിഞ്ഞിട്ട് കൈ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. 1-2 ആഴ്ചയായിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടിയെ കണ്ടാൽ ആ കുട്ടിയുടെ കയ്യിലുള്ള ആ കൈ ഒടിഞ്ഞതിനെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കല പോലും, അടയാളം പോലും ഇല്ലാതെ ഒരൊറ്റ പച്ച മരുന്ന് കൊണ്ട് ആ ഒടിവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നേരെ മറിച്ച് ഇപ്പോഴാണെങ്കിൽ അത്തരം രോഗികളെ എടുത്ത് നേരെ കണ്ണൂരോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ മംഗലാപുരത്തോ ഉള്ള ആശുപത്രിയിലേക്ക് ഓട്ടപ്രയാണമാണ് നമ്മൾ നടത്തുക, അല്ലേ? ദ്രുതഗതിയിൽ വാഹനം സംഘടിപ്പിച്ച് ഓടിപ്പോവുകയാണ് ചെയ്യുക. 10,000-കണക്കിന് രൂപ മതിയാവില്ല, ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലും ആ ഒടിവ് ചതവൊക്കെ വൈകല്യമായി പലപ്പോഴും മാറും. ഇതൊരു വൈകല്യം പോയിട്ട് ഒരു അടയാളം പോലും ഇല്ലാത്ത നിലയിൽ ഒറ്റമൂലി ചികിത്സയോ പച്ചമരുന്ന് ചികിത്സയോ നാട്ടുവൈദ്യ ചികിത്സയോ ചെയ്യുക വഴി നമുക്ക് വലിയ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി കഴിയും എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 3 ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമതീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ്, ചെറുപുഴ, കാക്കയഞ്ചാൽ. നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം, നിലവാരവും ആകർഷകവുമായ സർവീസ്, അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും, എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പാർട്ടികൾ, മീറ്റിംഗുകൾ, ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ്, ചെറുപുഴ, കാക്കയഞ്ചാൽ. ഫോൺ 04985241277. മൊബൈൽ 9447 850 097.